കുസൃതി കുടുക്കയായി നടക്കുകയാണ്. ഒരു വലിയ രോഗം തന്റെ തലച്ചോറിനെ കാർന്നു തിന്നുകയാണെന്നറിയാതെ. 1 വയസ്സുള്ളപ്പോഴാണ് ഇഷാന രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അപസ്മാരം ബാധിച്ചതുപോലെ കുഞ്ഞ് ഇടയ്ക്കിടെ തളർന്നു വീഴും. നിരവധി ആശുപത്രികളിൽ കാണിച്ചെങ്കിലും രോഗം കണ്ടെത്താനായില്ല. പിന്നീടാണ് കുഞ്ഞിന്റെ തലയുടെ അമിത വളർച്ച മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മംഗലാപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ഇഷാന അപൂർവ രോഗമായ മാക്രോസെഫാലിയാണെന്ന് കണ്ടെത്തി. മംഗലാപുരം ഫാദർ മുല്ലാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. പൈസ ഇല്ലാത്തത് കൊണ്ട് നിൽക്കുകയാണ്. മരുന്ന് തെറ്റിയ പിന്നെയും കോമയായിട്ട് മാറും കുഞ്ഞ്. ഇങ്ങനെയുള്ളൊരവസ്ഥയാണ്. കുഞ്ഞിന്റെ മരുന്നുകൾക്ക് മാസവും 20,000 രൂപ വേണം. ഇതിനകം തന്നെ ഈ കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടമുണ്ട്. എല്ലാരും സഹായിച്ചിന്, എല്ലാരെ കാല് പിടിച്ചിന്. ഞാൻ ശരിക്കും പറഞ്ഞ എല്ലാ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും പോയി കൈ നീട്ടിട്ടാണ് ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനകം തന്നെ ലക്ഷങ്ങളുടെ കടക്കിണിയിൽപ്പെട്ട ഈ കുടുംബം തങ്ങളുടെ മൂത്ത മകന്റെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ അയൽക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരുണ്യമുണ്ടെങ്കിൽ കുഞ്ഞിഷാന്റെ ചികിത്സ മുടക്കമില്ലാതെ നടക്കും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.